ഹലോ ഫ്രണ്ട്സ്, ഐഷ്യൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 1 കണ്ടവർക്കറിയാം, ഇൻക്ലൂസീവ് ഇന്ത്യയുടെ കർട്ടൻ റൈസർ പ്രോഗ്രാമിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പാർട്ട് 1 ഒരുപാട് ലോങ് ആയതുകൊണ്ട് ഇതായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളിലോട്ടേക്ക് പോയാലോ നമുക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഡിസാബിലിറ്റി ആയ കുട്ടികളുടെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമായിരുന്നു. അവരുടെ കഴിവുകൾ വേറെ തന്നെയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.
ലീക്കിക്കർ എന്ന് പറയുന്ന ഒരു മാജിക്കാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാജിക്കാണ്. ചൈനയിൽ ഉത്ഭവിച്ച മാജിക്കാണ്. ഈ മാജിക്കിന്റെ പ്രത്യേകത ടോട്ടൽ സ്കില്ലാണ്. ഹാർഡ് വർക്ക് ഇല്ലെങ്കിൽ മാജിക്ക് നടക്കില്ല. എന്നെ കൊണ്ട് സാധിക്കില്ല ഇങ്ങനെ ചെയ്യാൻ, ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം പാട്ടും പാടുന്നത് വെരി ഇമ്പോസിബിൾ. പക്ഷേ മിസ്റ്റർ പ്രവീൺ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാണെങ്കിലും വിമർശനമാണല്ലോ. ദുബായിൽ പരിപാടി നടത്തിയ സമയത്ത് ഒരു മലയാളി എഴുതി ചോദിച്ചു, ഇതൊക്കെ വെറും തട്ടിപ്പല്ലേ, ഇതാദ്യം റെക്കോർഡ് ചെയ്തിട്ട് മ്യൂസിക് റെക്കോർഡ് ചെയ്തതിന് ശേഷം അല്ലേ, ഓർമ്മയില്ലേ, റെക്കോർഡ് ചെയ്തതിന് ശേഷം വെറുതെ മൂവ് ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ മറുപടി കൊടുത്തു, അതൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്ന കാര്യം, നമ്മുടെ കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യൂല, അവരൊക്കെ അത്രമാത്രം ഇഷ്ടമാണ്. ഒന്ന് പാടാവോ? തുംകോ പായ ഹേ തുझे सिकोया हूँ कहने को गीत तुमसे कहूँ तुमको पाया है तुझे सिकोया हूँ कहने को गीत तुमसे कहूँ. Thank you. ഇനിയിപ്പോൾ വരുന്നത് 2 കുട്ടികളുടെ മാജിക്കാണ് കേട്ടോ. അവർക്കാണെങ്കിൽ സംസാരിക്കാനും കഴിയത്തില്ല, അവർക്ക് കേൾക്കുകയും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് അവർ. പക്ഷേ അതിമനോഹരമായിട്ടാണ് കേട്ടോ മാജിക്കൊക്കെ കളിച്ചത്. അവരുടെ ആംഗ്യമായ രീതിയിലാണ്, ആംഗ്യഭാഷയിലാണ് അവർ സംസാരം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അവരെ കണ്ടാൽ നമുക്ക് പറയാനും പറ്റത്തില്ല അവരിങ്ങനെയൊരു ഡിസാബിലിറ്റി ഉള്ള കുട്ടികളാണെന്ന് കേട്ടോ. നല്ല സുന്ദരി കുട്ടികളാണ്. അതിമനോഹരമായിട്ട് തന്നെ സ്റ്റേജിൽ പെർഫോം ചെയ്തു അവരുടെ മാജിക്ക്.
விடாமல் வரும். லைக் சந்தோஷம், சோகம், கஷ்டங்கள் நிறைய வரும். பட் அது எதுவுமே போராட்டமோ நம்பிக்கையோ விடாமல் முயற்சி பண்ணிகிட்டே இருந்தால் success is ours. And this life lesson, these children remind us about this life lesson every time I see them. അല്ലേ സർ? തീർച്ചയായിട്ടും നമ്മൾ ഒരു വലിയ നന്ദി പറയാനുണ്ട് CTMA യോട് കേട്ടോ. കാരണം ഈ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം പറഞ്ഞ സമയത്ത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അനൂപ് സാർ എന്ന് പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പിലേക്കാണ് ഞാൻ പോകുന്നത്. ആദ്യം 2002 അന്ന് വിസ്മയ ഭാരതയാത്രയുടെ തുടക്കം കുറിക്കാൻ വേണ്ടി ഞാൻ അന്ന് അനൂപ് സാറിൻ്റെ അടുത്താണ് പോകുന്നത്. സാറാണ് ആദ്യം എന്നെ ഗോപാലേട്ടൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. ഗോപാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞയക്കുമ്പോൾ എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയുടെ അടുത്ത് പോകുന്നു. ഞാൻ അവിടെ ചെന്ന് ആഗ്രഹം പറയുന്നത് എനിക്കൊരു വിമാനം പ്രത്യക്ഷപ്പെടുത്തുന്ന ഒരു സ്റ്റേജ് വേണം എന്നാണ്. നാട്ടിലില്ല. ഒരു മൊമെന്റ് പോലും, ഒരു നിമിഷം പോലും കളയാതെ ആ നിമിഷം ഫോൺ ചെയ്തിട്ട് ഈ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ഞാൻ ഇവിടെ വന്നു, പകച്ചുപോയി. ഇവിടെ വന്നു, അത് പിന്നെ വിമാനം പ്രത്യക്ഷപ്പെടുത്തുന്ന ആ മാജിക് അത് കാണിച്ചു. വിസ്മയ ഭാരതയാത്രയുടെ തുടക്കം കുറിച്ചു. അതിനുശേഷം വിസ്മയ ഭാരതയാത്ര, ഗാന്ധി മന്ത്ര, വിസ്മയ സ്വരാജ് യാത്ര, മിഷൻ ഇന്ത്യ, 4 ഭാരതയാത്രകൾ നടത്തി. അതൊരു ബ്ലെസ്സിംഗ് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്ന് പറഞ്ഞത് ഇവിടെ തന്നെ ആയിരിക്കണം ഇതിൻ്റെ തുടക്കം കുറിക്കൽ കട്ടൻ റൈസർ എന്നുള്ളത്. ഒരു സംശയം കൂടാതെ ഗോപാലേട്ടനും അനൂപ് സാറും റബീനും അതുപോലെ തന്നെ അൻവർ സാറും നന്ദഗോവിന്ദ് എല്ലാം കൂടി അത് ഏറ്റെടുത്ത് ഈ പരിപാടിയെ ഉജ്ജ്വലമാക്കി. നമ്മൾ അവസാനത്തിൽ കിടക്കുകയാണ്. എന്ത് സമ്മാനമാണ് തിരിച്ചു തരേണ്ടതെന്ന് അറിയില്ല. ആ സമ്മാനം തരാനാണ് ഈ കുട്ടികളെല്ലാം കാത്തു നിൽക്കുന്നത്. തമിഴിലുള്ളൊരു പാട്ട്, മനോഹരമായ പാട്ട്. മക്കളെല്ലാം നമുക്ക് അങ്ങോട്ട് ഒരു പൂക്കൾ കൊടുക്കണ്ടേ? വേണ്ടേ? ഓടിയോ എല്ലാവരും?
കഴിഞ്ഞിട്ട് പോകാവൂ, ഇനി കുറച്ചേ ഉള്ളൂ. റെഡിയല്ലേ? ഒരു മിനിറ്റ് നാസറെ പാട്ട് വിടാൻ നിൽക്കണം. ഉമ്മൻചാണ്ടി സാറിനെ കാണിക്കാൻ പറയുന്നു. ഉമ്മൻചാണ്ടി മരിച്ചുപോയി സാറിനെ കാണിച്ചാണ്. എന്ത് പറഞ്ഞത് എന്റെ മക്കള് എന്താ കേൾക്കുന്നത്? ഗുബല സാറിനോട് ഞാൻ നന്ദി പറയുന്നു. അപ്പൊ പാടാം. റെഡി? ഇത് അങ്ങോട്ടുള്ള സമ്മാനമാണ്, പിടിച്ചോ. ഇത് കുട്ടികൾ അവതരിപ്പിച്ച ഒരു പാട്ടായിരുന്നു കേട്ടോ, സോങ് ആയിരുന്നു, ടീം സോങ് ആയിരുന്നു. അത് മ്യൂസിക് ഉണ്ട് ഇടയ്ക്ക്, അപ്പോൾ അതുകൊണ്ട് കോപ്പിറൈറ്റ് വരുന്നത് കാരണം ഞാനത് റിമൂവ് ചെയ്തതാണ് കേട്ടോ. അതാണ് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. അതിമനോഹരമായിട്ട് എല്ലാവരും ചേർന്ന് പാട്ട് പാടി കേട്ടോ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു, പറയാൻ വയ്യ. അത്രയ്ക്ക് മനോഹരമായിട്ട് നല്ല സൗണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും. അത്രയ്ക്ക് അവർ എഫേർട്ട് എടുത്താണ് ഓരോന്നും ആക്ഷൻ കളിച്ച് പാടുന്നത് കേട്ടോ. സോങ് അടിപൊളിയായിരുന്നു പ്രോഗ്രാം.
നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം, ഈ ഒരു പരിപാടി CPM-യുടെ പരിപാടിക്ക് വരുമ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഈ കുട്ടികളെ മുഴുവൻ അവിടെ നിന്ന് ചെണ്ടമേളത്തോടു കൂടി ഇങ്ങോട്ട് കൊട്ടിക്കൊണ്ടിരുന്ന പ്രതീക്ഷിച്ചത്. ഇതിനപ്പുറം ഒരു ഇൻക്ലൂസിവിറ്റി വേറെ ഇല്ല. ഇതാണ് അല്ലേ ഏറ്റവും വലിയ ഇൻക്ലൂസിവിറ്റി. സാധാരണ സെലിബ്രിറ്റി of CTMA onto the stage as we have reached the fag end of this program. May I please call upon Sri Gokulam Gopalanji, who is the chairman of the CTMA. Sri A.V. Anup, the advisor of CTMA. Sri V.C. Praveen, the president of CTMA. Now we have so many fan followers here, thank you for that. Sri M.P. Anwar, the CTMA General Secretary, and Sri M. Nandagovind, the patron of CTMA and also the General Convener of this program. May please request all of you to please come up on the stage. പരിപാടി അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹ സമ്മാനം ഒന്നുമില്ല, ഓർത്തിരിക്കാൻ വേണ്ടി ഈ ഒരു ദിവസത്തെ ഈ സന്ധ്യ ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം. രാജ Can I please call upon the treasurer Sri Radhakrishnan and Sri Soman as well. ഇതൊരു സ്വപ്ന സാഫല്യമാണ്. കാരണം ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു ഓഡിറ്റോറിയത്തിൽ, അതും കേരളം വിട്ട് തമിഴ്നാട്ടിലും ഈ ഒരു വലിയ ഒരു ഓഡിറ്റോറിയത്തിൽ ഇത്രയും പ്രസ്റ്റീജി ആയിട്ടുള്ള ഒരു ഓഡിയൻസിന് മുമ്പിൽ നമ്മുടെ മക്കൾക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് കരുതുന്നു. ഭാരതയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എംപവർമെൻറ്റ് ഓഫ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ കീഴിലുള്ള അവരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടൊന്നുമില്ല. നോൺ ഫിനാൻഷ്യൽ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. എല്ലാ സ്ഥലങ്ങളിലും പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോവുക.
എല്ലാവരുടെയും സ്നേഹം ഉണ്ടാവണം, പ്രാർത്ഥനകൾ ഉണ്ടാവണം. ഈ വേദിയിരിക്കുന്ന എല്ലാവരുടെയും ബ്ലെസ്സിങ്ങോട് കൂടിയിട്ടാണ് ഞാൻ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടാണ് ഞാൻ എല്ലാവരും സ്നേഹം ഇങ്ങനെ വന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നുണ്ടല്ലോ, ഏറ്റെടുക്കുന്നുണ്ടല്ലോ. അതിലപ്പുറം എന്ത് പുണ്യമാണ് വേണ്ടത്? ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ സാധിക്കുന്ന സന്തോഷം. അപ്പം എല്ലാവരോടും ഹൃദയം ചേർത്ത് നന്ദി അറിയിക്കുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ നമ്മളെല്ലാവർക്കും ഇദ്ദേഹം ഡിഫറെൻ്റ് ആർട്സിൻ്റെ മൊമെൻ്റ് തന്നു. പക്ഷേ നമ്മൾ ഒരു മൊമെൻറ്റും നിങ്ങൾക്ക് തന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹം ലാസ്റ്റ് ഒരു പ്രോഗ്രാമിൽ CTF വിളിച്ചിട്ട് യൂത്ത് വിങ്ങിൻ്റെ 2 years ബാക്ക് ഒരു പ്രോഗ്രാമിൽ വന്നപ്പോൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ഞാൻ ഷോളോ മൊമെൻറ്റോ ഒന്നും സ്വീകരിക്കില്ല, ഞാൻ എൻ്റെ യജ്ഞം അതിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ അത് നമ്മൾ ഇപ്രാവശ്യം ഡിസ്കസ് ചെയ്യും. സോ വി ആർ really proud of you, but we are very sorry to say that we didn't have anything, but we will do whatever support you want. Any man. So, ഇവിടെ എൻ്റെ കയ്യിൽ ഒരു മഹത് വ്യക്തി ഒരു ചെക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തെ ഏൽപ്പിക്കാൻ വേണ്ടി. അത് നമ്മൾ ആരുമല്ല, അടയാറിൽ ചിക്കാഗോ എന്ന ടീ ഷോപ്പ് നടത്തുന്ന സുകുമാരൻ പോയവരുണ്ടായിരുന്നു. ഉണ്ടോ? സുകുമാരൻ വരും പ്ലീസ്, ഒന്ന് സുകുമാരൻ. Can you please have a big round of applause for this? ചിക്കാഗോ, അത് ഈ തൊഴിൽ മേഖലയിൽ പിന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് സുകുമാരേട്ടനെ അറിയാത്ത ആളില്ല. മെയ് ഡേക്ക് അത് അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഒരു ദിവസം അവർക്ക് അവധിയും ആഘോഷവുമായി മെയ് ഡേ നടത്തുന്ന ഒരേ ഒരു വ്യക്തി ഒരുപക്ഷെ ചായക്കട പ്രസ്ഥാനത്തിൽ സുകുമാരേട്ടൻ മാത്രമായിരിക്കും. ചിക്കാഗോ എന്ന അടയാറിൽ 2 ശാസ്ത്രി നഗറിലും പിന്നെ കസ്തൂർബ നഗറിൽ 2 ഷോപ്പുണ്ട്. സുകുമാരേട്ടൻ 2 ചെക്കിൻ്റെ അടുത്ത് തന്നു. ഒന്ന് ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ട്, ഒന്ന് പറഞ്ഞു ഒരു പ്ലാൻ ചെക്കിട്ട് അദ്ദേഹം എന്താ എഴുതിയെടുത്തോട്ടെ. 50,000 മറ്റൊന്ന് ബ്ലാങ്കാണ്, തെറ്റായിട്ട് വെച്ചതാണ്. അല്ലെങ്കിൽ അപ്പൊ ഇത് ഒരു ചെക്ക് മാത്രം കൊടുത്താൽ മതി. ഇതോടൊപ്പം തന്നെ can I please remind everyone that we have. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. കാരണം ഇത് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ്. കാരണം ഈ ഒരു ഭാരതയാത്രയ്ക്ക് ഏകദേശം 60 lakhs ആണ് എക്സ്പെൻസ് കണക്കാക്കിയിരിക്കുന്നത്, 60 ലക്ഷം രൂപ. പക്ഷേ ഞങ്ങൾ അലയാവുന്നിടത്തോളം മുഴുവൻ അതിന് ഫെഡറൽ ബാങ്കിൽ പോയി, LICയിൽ പോയി സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട്. ഈ സോഷ്യൽ മീഡിയക്കാർ വെറുതെ അഴിച്ചു വിട്ട പ്രശ്നത്തിൻ്റെ പേരിൽ അതെല്ലാം ഇവിടെ ചെക്ക് ചെയ്യും. ആകെ കിട്ടിയിരിക്കുന്നത് ബാങ്ക് ഓഫ് ബറോഡ മാത്രം 10 ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പ് തന്നു, വേറെ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം എങ്ങനെ പകച്ചു നിൽക്കുന്ന അവസ്ഥ. പക്ഷേ ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, കാരണം ഇത് ഇസ് അവർ റെസ്പോൺസിബിലിറ്റി. കാരണം മറ്റ് രാജ്യങ്ങളിൽ മുഴുവൻ ഇത്തരം കുട്ടികളെ ഇത് ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സമയത്ത് ഒരു തിയേറ്ററിലേക്ക് പോകാനോ ഒരു ഷോപ്പിംഗ് മാളിലേക്ക് പോകാനോ വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് പോകാൻ പറ്റില്ല. ഇതിൻ്റെ ഡിക്ലറേഷൻ നടത്താൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ശശി തരൂർ വന്ന ഒരു പരിപാടിക്ക് ഞങ്ങൾ ബോണിഫേസ് പ്രഭു എന്ന് പറയുന്ന ബ്രാൻഡ് അംബാസഡറെ കൊണ്ടുവന്നു. സ്റ്റേജിലേക്ക് കയറാൻ അദ്ദേഹത്തിന് വീൽ ചെയറിൽ പറ്റില്ല. So, national anthem. ഇൻക്ലൂസീവ് ഇന്ത്യയുടെ കർട്ടൻ റൈസർ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് അവരുടെ ഒരു നാഷണൽ ആന്തമാണ്, നമ്മുടെ നാഷണൽ ആന്തം തന്നെയാണ്. അത് അവർ ആക്ഷനിലൂടെയാണ് കേട്ടോ ചെയ്യുന്നത്. പാടുന്നുമുണ്ട്, പക്ഷെ അതിനിടയിൽ മ്യൂസിക് ഉള്ളത് കൊണ്ടാണ് ഞാനത് കട്ടാക്കിയിരിക്കുന്നത്. അതാണ് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ആക്ഷനിലൂടെയാണ് നാഷണൽ ആന്തം പാടുന്നത്.
പാർട്ട് 2 വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു.